അപ്പോഴേ നമ്മളും ട്രൈ ചെയ്തു ഈസി ബ്രെഡ് പിസ്സ. അപ്പോൾ നമുക്കൊന്ന് നോക്കിയാലോ. അങ്ങനെ ഫസ്റ്റ് ട്രയൽ തന്നെ നമ്മൾ സക്സസ് ആയിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ ബ്രെഡൊക്കെ ഒന്ന് സ്ലൈസ് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇതിന് വേണ്ടിയിട്ട് ഞാൻ 3 വെജിറ്റബിൾസ് എടുത്തേക്കുന്നത്. കുറച്ച് ക്യാപ്സിക്കം, ഒരു തക്കാളി, അതുപോലെ ഒരു സവോള ഇതുപോലെ ക്യൂബ്സ് ആയിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് മുട്ട ഒരു 3 എടുക്കുക. അതിലോട്ട് കുറച്ച് ഉപ്പും അതുപോലെ തന്നെ കുറച്ച് കുരുമുളക് പൊടിയും ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കുക. ഇനി ഒരു പാൻ എടുക്കാം. ഇതിലോട്ട് നമുക്ക് കുറച്ച് ബട്ടറോ അല്ലെന്നുണ്ടെങ്കിൽ സൺഫ്ലവർ ഓയിലോ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ബ്രെഡ് ഇതുപോലെ സ്ലൈസ് ചെയ്ത് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ ആ മുട്ടയുടെ മിക്സും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു സമയത്തൊക്കെ ഫ്ലെയിം ഒന്ന് കുറച്ച് വയ്ക്കുന്നതായിരിക്കും നല്ലത്. ഇങ്ങനെ ഇരുന്ന് 1 മിനിറ്റ് നേരം ഒന്ന് കുക്കായിട്ട് നമുക്കിതിനെ തിരിച്ചിടാം. നമ്മൾ ഈ തിരിച്ചിടുന്ന സമയത്ത് ഒന്ന് സൂക്ഷിച്ചില്ലെന്നുണ്ടെങ്കിൽ പിസ്സ പീസ് ആവാനുള്ള സാധ്യതയുണ്ട്. ഇനി ഇതിന് മേലായിട്ട് കുറച്ച് ടൊമാറ്റോ കെച്ചപ്പ് ഇതുപോലെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇനി നല്ല അടിപൊളി പണിയാണ്. നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന എല്ലാ വെജിറ്റബിൾസും ഇങ്ങനെ ചേർത്ത് കൊടുക്കുക. ഇനി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ടത് ചീസാണ്. ചീസിൻ്റെ കാര്യത്തിൽ ഒരുപാട് അങ്ങ് പിശുക്ക് കാണിക്കാതിരിക്കുന്നതാണ് നല്ലത്. കുറച്ചധികം ചീസ് ഇട്ട് കൊടുക്കുക. ഇതിന് മേളിലായിട്ട് നമുക്ക് വേണമെങ്കിൽ കുറച്ച് ചില്ലി ഫ്ലേക്സോ പിസ്സ സീസണിങ്ങോ അതും അല്ലെങ്കിൽ ഓർഗാനോ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി ഇതിനെ അങ്ങോട്ട് അടച്ചു വെച്ചിട്ട് 1-1.5 മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക മീഡിയം ഫ്ലെയിമിൽ. അപ്പോഴേക്ക് സാധനം നല്ല അടിപൊളിയായിട്ട് സെറ്റ് ആവും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ആക്കുക കേട്ടോ. ബൈ.